ഹലോ അസ്സലാമു അലൈക്കും. ഇതൊക്കെയാണ് മക്കളെല്ലാവരും വിശേഷങ്ങൾ. എല്ലാവർക്കും സുഖമല്ലേ, റാഹത്തല്ലേ? അൽഹംദുലില്ലാഹ് നമുക്കൊരുവിധം സുഖമാണ്. നമ്മളെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. ഇഷ്ടപ്പെട്ടോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മൾ ഉണ്ടാക്കുന്ന വിഭവം എന്ന് വെച്ചാൽ പൊരിച്ച പത്തിരി കേട്ടോ. സൂപ്പർ പൊരിച്ച പത്തിരി, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കേണ്ടി. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് 8 കിലോ പത്തിരിപ്പൊടി കൊണ്ടാണ് കേട്ടോ പൊരിച്ച പത്തിരി ഉണ്ടാക്കുന്നത്. 8 കിലോ പത്തിരിപ്പൊടിയിലേക്ക് 800 മൈദപ്പൊടി എടുത്തേക്കുക. അതായത് 1 കിലോ പത്തിരിപ്പൊടിക്ക് 100 മൈദപ്പൊടി. പിന്നെ അതിലൊക്കെ ആവശ്യമുള്ള സാധനം വെച്ചാൽ കരിഞ്ജീരകമാണ്, അതൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി. ഉപ്പ് ആവശ്യത്തിന് ഇടുക. പിന്നെ കുറച്ച് ക്യാരറ്റ്, വലിയുള്ളി, കറിവേപ്പില അതൊക്കെ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് അതും ഇടുക. ഇതെല്ലാം കൂടി നമ്മൾ പത്തിരിപ്പൊടി കുഴക്കുമ്പോൾ തന്നെ വാട്ടിങ്ങാൻ ചുടുവെള്ളത്തിൽ നല്ല തളിച്ച വെള്ളത്തിൽ പത്തിരിപ്പൊടി ഇട്ടിങ്ങാൻ ഇളക്കി കൂട്ടിയെടുക്കുക കേട്ടോ. നല്ലോണം പാകത്തിനാക്കിങ്ങാൻ. ഇതിൽ വെള്ളം പോരാകുണ്ടായി നമ്മൾ വെള്ളം മുക്കി വെച്ചിട്ടായിട്ട് ആ വെള്ളം ഒഴിച്ചു കൊടുത്തതാണ്. ഇതിപ്പോൾ നമ്മൾ കടയിലേക്ക് ഉണ്ടാക്കുന്ന അതിനെക്കൊണ്ടാണ്ടോ ഇത്ര കൂടുതൽ എടുക്കുന്നത്. ഞങ്ങൾ പുരയിൽ ഉണ്ടാക്കുമ്പോൾ പിന്നെ അതിനനുസരിച്ച് എടുത്താൽ മതിയല്ലോ. ഞാൻ പറഞ്ഞല്ലോ 1 കിലോ അരിപ്പൊടിക്ക് 100 മൈദ കൂട്ടിയാൽ മതി. അതും ഇതിൽ മിക്സ് ചെയ്താട്ടോ, പത്തിരിപ്പൊടി മൈദപ്പൊടിയോട് മിക്സ് ചെയ്തതാണ്. പിന്നെ കറിവേപ്പിലയും ക്യാരറ്റും വലിയുള്ളിയോട് ഇതാ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പച്ചമുളകും ഉണ്ട് കേട്ടോ. ഇതെല്ലാം കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കട്ട് ചെയ്ത് വെച്ച ക്യാരറ്റും വലിയുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും നമ്മൾ പത്തിരിപ്പൊടി വാട്ടിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെതിരി കൊടുത്താട്ടോ. പിന്നെ ഒന്നുകൂടി ഇങ്ങനെ ഇളക്കി കൂട്ടിയല്ലോ. അന്നേരം പിന്നെ ഇങ്ങനെ എന്താ പറയേണ്ടത്, ലെയറായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ ഇളക്കി കൂട്ടിയെടുത്തതാണ്. എന്നാൽ പിന്നെ എല്ലാ ഭാഗത്തും അങ്ങ് എത്തി കിട്ടുമല്ലോ. വെള്ളത്തിലിട്ടില്ല, വെള്ളത്തിലിടുന്നേക്കാണ് നല്ല ഇങ്ങനെയാണ്. വെള്ളത്തിലിട്ടൊന്ന് വെന്ത് പോവുകയൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ അരിഞ്ഞിട്ട പച്ചക്കറിയൊക്കെ നമ്മൾ വെള്ളത്തിലിട്ടാൽ ചിലപ്പം വെള്ളത്തിൻ്റെ കളറും മാറാൻ മതി. പത്തിരി ഇങ്ങനെ വാട്ടിയെടുക്കുമ്പോൾ വെളുത്തെടുക്കണ്ടാവില്ല. എന്തായാലും ചുടുമ്പോൾ വെളുത്തെടുക്കൂല കേട്ടോ. നല്ല എന്താ പറയേണ്ടത്, നമുക്ക് ഏത് കളറാക്കി എടുക്കണമെങ്കിലും എടുക്കുക. വെളുത്തെടുക്കണമെങ്കിൽ വേഗം എടുത്തുവെച്ചാൽ മതി. ഇനി അധികം ബ്രൗൺ ആണെങ്കിൽ എല്ലാം മുപ്പിച്ചെടുത്താൽ മതി. ഇങ്ങനെ എടുക്കും തലക്കുമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നു കേട്ടോ. പിന്നെ കരിഞ്ജീരവും പോരാൻ തോന്നിയിട്ട് പിന്നെ ഇടുന്നുണ്ട് കരിഞ്ജീരവും. ഇങ്ങനെ എല്ലാം കൂടി ഇട്ട് ഞാനിത് വെള്ളം പോരായി ഉണ്ടായിട്ട് പിന്നെയും കെറ്റിൽ വെള്ളമൊക്കെ വെച്ചിട്ട് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് ഞാൻ വാട്ടിയെടുക്കണം. നമ്മൾ പത്തിരിപ്പൊടി എങ്ങനെയാണോ വാട്ടില്ല അതുകൊണ്ട് തന്നെ വാട്ടിയെടുത്താൽ മതി. ഇതിൽ കുറച്ച് മൈദ കൂട്ടണമെന്നേ ഉള്ളൂ. ഇനി അവസാനമായപ്പോൾ ബാക്കിയുള്ള പച്ചക്കറിയോട് കട്ട് ചെയ്ത് വെച്ചൊക്കെ ഇട്ട് ഞാനൊന്നുകൂടി ഇളക്കി കൂട്ടുക കേട്ടോ. വെള്ളം പോരായിട്ട് വെള്ളവും ഒഴിക്കണം. ഇതെല്ലാം ഇളക്കണമെങ്കിലൊക്കെ മക്കളെ ആവതുള്ള ആണുങ്ങൾ തന്നെ കേട്ടോ. ഒത്തിരി തോനെ പൊടിയുള്ളതിനെ കൊണ്ടാണ്. ഇതെല്ലാം കൂടി 9 കിലോൻ്റെ അടുത്തില്ലേ. 8 കിലോ പത്തിരിപ്പൊടിയുണ്ട്. പിന്നെ 800 മൈദയില്ലേ. ഇത് നന്മൻ്റെ പത്തിരിപ്പൊടി കേട്ടോ എടുത്ത്. ഇവിടെ പല പത്തിരിപ്പൊടിയും കൊണ്ടുപോകലുണ്ട്. മില്ലിൽ നിന്ന് ലൂസ് പൊടി കൊണ്ടുപോകലുണ്ട്. പിന്നെ ഷായി എന്ന് പറഞ്ഞ പത്തിരിപ്പൊടി കൊണ്ടുപോകലുണ്ട്. പിന്നെ അജ്മീൻ്റെ പത്തിരിപ്പൊടി ഉണ്ടാകലുണ്ട്. ഇത് നന്മ എന്ന് പറഞ്ഞൊരു പത്തിരിപ്പൊടിയാണ്. 1 കിലോൻ്റെ ഓരോ പേക്ക് അങ്ങനെ 10 പേക്കാട്ടോ കൊണ്ടുവന്നത്. അതിൽ ഞങ്ങൾ 8 പേക്ക് എടുത്തിരിക്കുന്നു. പിന്നെ ഇത് നല്ല പത്തിരിപ്പൊടിയാണ് കേട്ടോ. എത്ര വെള്ളം ഒഴിച്ചിട്ടും മതിയാകുന്നില്ല. ചില പത്തിരിപ്പൊടി ഇങ്ങനെ നന്നായി കിട്ടുകയില്ല ഇവിടുന്ന്. ചില പത്തിരിപ്പൊടിയിൽ വേഗം അലിഞ്ഞു പോകും. ചിലത് പിന്നെ എത്ര വെള്ളം പറഞ്ഞാലും മതിയാകില്ല. അതുകൊണ്ട് ഒരു പത്തിരിപ്പൊടിയാണ് ഇത്. അതിനെക്കൊണ്ട് നല്ലോണം വെള്ളം ഒഴിക്കേണ്ടി നിൽക്കുന്നത്. അതിനെക്കൊണ്ട് സാധനവും കൂടും കേട്ടോ. പത്തിരിപ്പൊടി നന്നാന്നതിനനുസരിച്ച് സാധനം നന്നായി കിട്ടുകയും ചെയ്യും. സാധനത്തിൻ്റെ എണ്ണം കൂടി കിട്ടുകയും ചെയ്യുമല്ലോ. ഇങ്ങനെ അത്യാവശ്യം നല്ലോണം കുഴക്കണം കേട്ടോ. പത്തിരിക്ക് നമ്മൾ പൊടി കുഴക്കുമ്പോൾ കുഴച്ചില്ലെങ്കിലും നല്ലോണം കുഴക്കണം. നല്ലോണം കുഴച്ചില്ലെങ്കിൽ എന്താ സൈഡൊക്കെ ഇങ്ങനെ വെണ്ടിറി പോട്ടോ. ഇങ്ങനെ പൊട്ടലില്ലേ, സൈഡ് ഇങ്ങനെ പൊട്ടി പോകുമല്ലോ പരത്തുമ്പോൾ. ഇത് നല്ല കട്ടിയിലാണല്ലോ പരത്തിയെടുക്കുക. അങ്ങനെ ആരും കുറേച്ചൊക്കെ സൈഡ് പൊട്ടിപ്പോകും. എന്നാലും നമ്മൾ കുഴക്കാനായിട്ട് പൊട്ടിപ്പോരും. നല്ല കുഴച്ചൊക്കെയാണെങ്കിൽ പത്തിരിക്കും നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ തന്നെ കുറേച്ച ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കുഴച്ചിങ്ങനെ പരത്തുകയാണ്. മേശമ്പൽ ഞാൻ എണ്ണ തേച്ച് കൊടുക്കുക കേട്ടോ. എന്നാൽ പിന്നെ പറ്റിപ്പോവില്ലല്ലോ. അതുപോലെ കുറച്ച് എണ്ണ ഈ മാവിൻ്റെ മുകളും പറ്റി കൊടുത്ത് പിന്നെ കുറച്ച് പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടാണെങ്കിൽ ഇപ്പോൾ പരത്താനും സുഖം കേട്ടോ. ഓടക്കൊലുമ്പോൾ ഇങ്ങനെ പറ്റി കളിക്കൊന്നുമില്ല. ഇത് വേഗം ഉണ്ടാക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ പൊരിച്ച പത്തിരി എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം. കുഴക്കുന്നൊരു താമസമല്ലേ ഉള്ളൂ. പിന്നെ നമ്മൾ കട്ടിയിലല്ലേ ഇത് പരത്തുന്നത്. ഇത് വലുതാക്കി പരത്തിക്കാൻ നമ്മൾ ഗ്ലാസ് വെച്ചാണ് മുറിക്കുകയും ചെയ്യുക. എത്രയും മുറിച്ചെടുക്കുകയും ചെയ്യാമല്ലോ. നമുക്ക് എത്ര വട്ടത്തിൽ പരത്തിയെടുക്കാൻ കഴിയുമോ അത്രയും മാവ് എടുത്ത് ഇങ്ങനെ പരത്തിയാൽ മതി. കയ്യിൽ നിന്നും കട്ടി തന്നെ പരത്തിയെടുക്കാൻ നോക്കുക. നൈസായി പരത്തിക്കുകയാണെങ്കിൽ എന്താ പറയേണ്ടത്, നമ്മൾ പൂരി ഉണ്ടാക്കുമ്പോഴൊക്കെ അങ്ങായി പോകും. പിന്നെ പൊരിച്ച പത്തിക്ക് അത്യാവശ്യം കാനം ഉണ്ടാവില്ല. നമ്മളൊക്കെ കഴിക്കുന്നതാണല്ലോ വീടിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങി കഴിക്കും. പിന്നെ ചിലർ പുരയിൽ നിന്നൊക്കെ ഉണ്ടാക്കലുണ്ടാവും. പല രീതിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ ആകുമ്പോൾ തിരെ എണ്ണ കുടിക്കൊന്നുമില്ല കേട്ടോ. നല്ല പെർഫെക്റ്റ് പൊരിച്ച പത്തിരിയാണ്. ഉണ്ടാക്കി വെക്കാൻ വേണ്ടിയിട്ടോ ഉണ്ടാക്കാത്തതൊക്കെ. അതുപോലെ ചിലർ ചെറിയ ജീരകം ഇടുന്നവരുണ്ട്, വലിയ ജീരകം ഇടുന്നവരുണ്ട്, തേങ്ങ കൂട്ടുന്നവരുണ്ട്, വെളുത്തുള്ളി കൂട്ടുന്നവരുണ്ട്. പലരും പല രീതിയൊക്കെ ഉണ്ടാക്കലുണ്ടല്ലോ അല്ലേ. ഏതായാലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരും ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിട്ടോ. എന്നിട്ട് നമുക്കൊന്ന് കമൻറ്റ് ചെയ്യാണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ. ഞങ്ങളിത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലാസ് എടുത്താട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ഗ്ലാസ് എടുത്താണ്. പിന്നെ സ്റ്റീലിൻ്റെ ഗ്ലാസ്സൊക്കെ ഉണ്ടാകില്ല നാട്ടിൽ. വക്കിളിട്ട് ആ ഗ്ലാസ് എടുത്ത് ഇങ്ങനെ മുറിച്ചാൽ മതി. അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ കുപ്പിൻ്റെ മൂടിയോ കുപ്പിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്താൽ മതി. പുരയിലൊക്കെ ഉണ്ടാക്കുന്നത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ നമുക്ക് തിന്നാനോ കാണല്ലോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഏത് അളവിലുണ്ടാക്കുകയും പൊരിക്കുകയും ചെയ്യാമല്ലോ. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഒരേ അളവ് തന്നെ ഉണ്ടാക്കണോ. അതിനെക്കൊണ്ട് ഗ്ലാസ് എടുത്താട്ടോ. അതളവ് തന്നെയാണ് എല്ലാം കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു 9 കിലോ പൊടിയോട് ഞങ്ങൾ 300 പൊരിച്ച പത്തിരി ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മൾ കട്ട് ചെയ്തിട്ട് ബാലൻസ് വരുന്ന ഭാഗവും ബാക്കിയുള്ള കുറച്ചുകൂടി മാവും എടുത്ത് ഇങ്ങനെ പിന്നെ രണ്ടാമത് പിന്നെയും കുഴക്കുക കേട്ടോ. അങ്ങനെ കുഴച്ചിങ്ങനെ പിന്നെയും പരത്തിയെടുക്കുന്നത്.
ഈ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ എത്രയോ എളുപ്പമാണ് മക്കളെ. ഞങ്ങൾ 8 കിലോ പൊടി കൊണ്ടൊക്കെ നൈസ് പത്തിരി ഉണ്ടാക്കുമ്പോൾ കുറേ അധ്വാനമാണല്ലോ നൈസ് പത്തിരി ഉണ്ടാക്കി എടുക്കണമെങ്കിൽ. 5-6 പത്തിരിയൊക്കെ വേണ്ട ഓരോരുത്തർക്ക് വയറ് നിറയണമെങ്കിൽ. ഇതാകുമ്പോൾ 2-3 പത്തിരി ഉണ്ടായാലും വയറ് നിറയല്ലോ. ഇതിന് നമുക്ക് എന്തെങ്കിലും മുട്ട റോസ്റ്റ് അങ്ങനെ എന്തെങ്കിലും കറി ഉണ്ടാക്കിയാൽ മതി. തിന്നാൻ എനിക്ക് അറിയില്ലെങ്കിൽ നല്ല ടേസ്റ്റ് അല്ലേ കട്ടൻ ചായ കൂട്ടുക. അങ്ങനെ പൊരിച്ചത്തിനും ചായ നമ്മൾ കുടിക്കലില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ. തിന്നാനും ടേസ്റ്റാണ്, വയറൊന്നും അറിയും, എളുപ്പത്തിൽ പണിയും കഴിട്ടോ. ഇത് ഞാൻ ആദ്യമൊക്കെ ഉണ്ടാക്കുമ്പോൾ എണ്ണ കുടിക്കുമ്പോൾ നമുക്ക് തിന്നാൻ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. എണ്ണ കുടിച്ച ഭക്ഷണം കഴിക്കാൻ പറയുമ്പോൾ ഒരു വെറുപ്പാണ്, വേഗം ഒരു മടുപ്പ് വരും, പള്ളക്കും കേടാണല്ലോ. അപ്പോൾ പിന്നെ നിർത്തിയൊക്കെ കേട്ടോ. പിന്നെ ഉണ്ടാക്കി കുറച്ച് മൈദയൊക്കെ കൂട്ടി ഞാൻ ഉണ്ടാക്കൽ തുടങ്ങിയതിന് ശേഷമാണ് പൊരിച്ചത്തിരി നന്നാലും തുടങ്ങി. ആ യൂട്യൂബ് കണ്ടിട്ടാട്ടോ ഒക്കെ ചെയ്തിന് മൈദ കൂട്ടി ഉണ്ടാക്കി നോക്കി. അങ്ങനെ നന്നാലും തുടങ്ങി, പിന്നെ ഉണ്ടാക്കലും തുടങ്ങി കേട്ടോ. പിന്നെ ഇപ്പോൾ ഇവിടെ വന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തോനൊക്കെ ഉണ്ടാക്കുന്നത്. ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇതിനൊക്കെ മെനക്കെടുന്നത്. അല്ലാണ്ട് ഇതിപ്പോൾ ഞാൻ ഈ അവസ്ഥയിൽ ഉണ്ടാക്കിയില്ല, വീഡിയോ എടുക്കുകയില്ല, അതൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ അടുക്കളയിൽ കയറിയില്ല എന്നുള്ളത്. അടുക്കളയിൽ കയറാൻ എനിക്ക് ആവില്ല, തീരെ വയ്യാണ്ടായിപ്പോയി. പനി വന്നതിനോടുകൂടി ഇങ്ങനെ പനിച്ച് 2-3 ദിവസം കേടുന്ന ഇങ്ങനെ പനി മാറിക്ക്, വേദനയും മാറിക്ക്, ഗ്ലൂക്കോസ് ആയിട്ട് ഇഞ്ചക്ഷൻ വെക്കുകയൊക്കെ ചെയ്തതിന് ശേഷം അതൊക്കെ സുഖമായിപ്പോയി. പക്ഷേ ഫുഡ് കഴിക്കാനും വേണ്ട, കിടന്നിടത്ത് എണീക്കാനും കഴിയുന്നില്ല. ഞാനൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും തിന്നേം കുടിക്കുകയും ചെയ്യുന്ന അവധയ്ക്കൊക്കെ ഉള്ളാനോ. സമയത്തിന് ഫുഡ് കഴിച്ചില്ലെങ്കിലൊക്കെ ഒരു വിറയലും വരും, ദേഷ്യവും പിടിക്കും. പക്ഷേ ഫുഡ് വേണ്ടാനും എന്ത് ചെയ്യും, തിന്നാൻ വേണ്ടാത്തതും കൊണ്ട് നമുക്ക് തിന്നാനും ആകുന്നില്ല, കിടന്നിടത്ത് എണീക്കാനും ആകുന്നില്ല. എന്താ പറയണ്ടേ, അങ്ങനത്തെ എന്തോ ഒരു അവസ്ഥ മാനസികം പോലെ കൈപ്പോയി. ഞാൻ പറഞ്ഞിട്ട് എന്തോ മാനസികം എങ്ങാനായി പോവുകയാണ്. കെടുക്കാനും ആകുന്നില്ല, എണീച്ചെടുക്കാനും ആകുന്നില്ല. ഏതായാലും അങ്ങനെയൊക്കെ നമ്മൾ അവസ്ഥകൾ. അതേ അവസ്ഥയിലാണ് ഇപ്പം മുത്തും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് സുഖാൻ വേണ്ടി എല്ലാവരും ദുആ ചെയ്യും. അതുകൊണ്ട് എല്ലാവർക്കും പനിയാണെന്നൊക്കെ പറയും. നാട്ടിൽ പനിയാണ്, അതുകൊണ്ട് ഗൾഫ് രാജ്യത്ത് ചില ഭാഗത്തൊക്കെ പനി ഉണ്ടെന്ന് പറയുന്നത്. പല പനികളാണ് കേട്ടോ. വൈറൽ പനിയുണ്ട്, ഡെങ്കിപ്പനിയുണ്ട്, അല്ലാത്ത പനിയുണ്ട്, എല്ലാ പനിയുണ്ട്. എല്ലാ അസുഖങ്ങളും അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫയായി കൊടുക്കട്ടെ എല്ലാവർക്കും. എല്ലാവരും പ്രത്യേകം ദുആ ചെയ്യാണ്ട്. ആർക്കാണോ എന്താണോ അസുഖങ്ങൾ ഉണ്ടോയെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്ത് അസുഖം ഉണ്ടെങ്കിലും അല്ലാഹു മാറ്റിത്തരട്ടെ. അസുഖം തന്നെങ്ങാനും കടം തന്നും അല്ലാഹു പരീക്ഷിക്കാണ്ടിരിക്കട്ടെ. അതുപോലെ ഞാൻ സുഖമില്ലാണ്ട് കിടന്നിട്ടും വീഡിയോ ഇടായിട്ടൊക്കെ അന്വേഷിച്ച് വന്ന കുറേ കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ. ഇവർക്കൊക്കെ പ്രത്യേകം താങ്ക്സ് പറയുകയാണ്. നമ്മൾ കാണാനായിട്ട് പോലെ അന്വേഷിച്ച് വന്നല്ലോ. നമ്മളൊരു ഫാമിലി ഉള്ളതുകൊണ്ടായതുകൊണ്ടാണല്ലോ ഓല അന്വേഷിച്ച് വന്നത്. എന്താ തങ്ങൾ വീഡിയോ ഇടാത്തത്, എന്താ സുഖമില്ലാന്ന് പറഞ്ഞിട്ട് പിന്നെ സുഖമായെന്ന് വെച്ച് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. ആ കമൻറ്റൊക്കെ നമ്മൾ കാണുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു പോയി കേട്ടോ. പക്ഷെ നമ്മളെ പറ്റി അന്വേഷിക്കാൻ ആളുണ്ടല്ലോ. ആ യൂട്യൂബിനെ കൊണ്ട് കിട്ടിയതാണല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പോൾ വീഡിയോ ഇടാൻ നമുക്ക് പിന്നെ ഒന്നുകൂടി ഒരു ഉത്സാഹമാണ്. നമ്മളെ പ്രതീക്ഷ നിൽക്കുന്നവരുണ്ടല്ലോ, നമ്മളെ കാണാനായിട്ട് അന്വേഷിക്കുന്നവരുണ്ട്. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തന്നെയല്ലേ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട് കേട്ടോ. അതുപോലെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരാളെ മാത്രം എടുത്ത് പറഞ്ഞെന്നും വിചാരിക്കരുത്. എല്ലാവർക്കും താങ്ക്സ്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇത്ര എങ്കിലും എത്തിയതിന്. മുന്നോട്ടും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളാണ്ടി. അങ്ങനെ നമ്മളെ പത്തിരിയൊക്കെ റെഡിയാക്കി വെച്ച് കിട്ടോ. പൊരിക്കാനുള്ള 8 കിലോ പത്തിരിപ്പൊടിയും 800 മൈദപ്പൊടിയും അതിനെക്കൊണ്ട് നമുക്ക് 300 പത്തിരിയും കിട്ടി കേട്ടോ, പൊരിച്ച പത്തിരി. ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാം ഫുൾ വീഡിയോ എടുത്ത് കാണിച്ചു തരണമെന്നൊക്കെ വിചാരിച്ച് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ. അതിനും കൂടി സമയം കിട്ടിയില്ല കേട്ടോ. മുത്തുവിന് നല്ല പനിയേനും, പിന്നെ ആണെങ്കിൽ ഛർദ്ദിക്കാൻ ഇങ്ങനെ ഓക്കാനിച്ച് കളിക്കുക. ഈ പനിയുള്ള ലക്ഷണമാണ് ഓക്കാനും. അങ്ങനെ ഓളെയും കൂടി ഡോക്ടറെ എടുത്ത്, പിന്നെ ആണെങ്കിൽ മോൻ്റെ കൈക്ക് എക്സ്റേ എടുക്കാണ്ടായിരുന്നു. എക്സ്റേ എടുത്ത് കാണിക്കാനുണ്ടായിരുന്നു, പ്ലാസ്റ്റർ വെട്ടാനായോ നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം കൂടി പോകാനുള്ള തിരക്കൊണ്ട് പിന്നെ അതിനൊന്നും കഴിഞ്ഞില്ല. പിന്നെ പത്തിരിയൊക്കെ പൊരിച്ച് കഴിഞ്ഞാൽ കേട്ടോ ഞങ്ങൾ പോയത്. പത്തിരിയൊക്കെ പൊരിച്ചെടുത്ത് പാക്ക് ചെയ്ത് മുട്ട റോസ്റ്റും പാക്ക് ചെയ്ത് അങ്ങനെയൊക്കെ പോയതാണ്. അങ്ങനെ വണ്ടിയിൽ നിന്നൊക്കെ കഴിച്ച് അങ്ങനെ പോയി. പിന്നെ കുറേയൊക്കെ സമയം കഴിഞ്ഞാലാണ് വന്ന്. രാത്രി ഒരു 12:30 ആക്കി വന്നപ്പോൾ. മൂത്തൂന് ഗ്ലൂക്കോസൊക്കെ കയറ്റി ഇഞ്ചക്ഷനൊക്കെ വെച്ച് പനിയൊക്കെ വിട്ടാൽ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത്. ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വൈറൽ പനിയാണെന്ന് പറഞ്ഞ്. ഇവിടെ ഡെങ്കിപ്പനിയൊക്കെ ഉള്ളതിനെ കൊണ്ടൊരു പേടിയാണേ. പിന്നെ മോനെ കാണിച്ച് എക്സ്റേ എടുത്തപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് പ്ലാസ്റ്റർ വെട്ടാനൊക്കെ പെരുന്നാളിനേക്ക് വെട്ടിത്തരാമെന്ന് നടക്കുന്നത്. ഇപ്പം വേണമെങ്കിൽ വെട്ടിത്തരാമെന്ന് അവർ പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ അവൻ വെട്ടണ്ടെന്ന് പറഞ്ഞതാണ്. നമുക്ക് നിർബന്ധിച്ച് വെട്ടിച്ചിട്ട് മക്കൾ കൈ ഇങ്ങനെ ഇളക്കിയിരിക്കുകയാണെങ്കിൽ പിന്നെ അതുകൊണ്ട് തന്നെ ആവുമല്ലോ. ഒന്നുകൂടി സുഖമായിട്ട് വെട്ടിയിരിക്കണം, അതാണ് നല്ലതെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാൽ അങ്ങനെ മതിയെന്ന് പറഞ്ഞ് പിന്നെ വെട്ടാണ്ട് പോകുന്നതാണ്. ഇനി ശനിയാഴ്ച പോയിട്ട് വെട്ടണം. അങ്ങനെ പത്തിരി നമ്മൾ പൊരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഫസ്റ്റിലത്തെ പത്തിരി എണ്ണയിൽ കിട്ടിങ്ങനെ ഇളക്കാൻ വൈകി എന്നെക്കൊണ്ട് ഒന്ന് അടിയിൽ പിടിച്ചോണായി പോയിട്ടോ. അല്ലാണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മൾ കുറച്ച് ഒന്ന് എണ്ണയിൽ ഇട്ടിട്ട് ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇത് എണ്ണയിൽ മുങ്ങി പൊരിഞ്ഞ് എടുക്കുകയാണല്ലോ, അതിനെക്കൂടെ എല്ലാ ഭാഗവും വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അടിഭാഗം പറ്റി പോകണതൊന്ന് കരിഞ്ഞു കൊണ്ടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഫസ്റ്റിലത്തൊക്കെ ഞാനിങ്ങനെ ഒരു വിധം മഞ്ഞ കളറായപ്പോൾ എടുത്ത് കിട്ടും. പിന്നെ ലാസ്റ്റ് ഞാൻ
നല്ലോണം ചോപ്പിച്ചെടുക്കുക, നല്ല ക്രിസ്പി ആയിരുന്നു. അത് ഞങ്ങൾ വണ്ടി കുത്തിന് തിന്നത് കേട്ടോ, ഞാൻ കൈ പിടിച്ച് കൊണ്ടുപോകാൻ കൊണ്ട്. അങ്ങനെ നമ്മളെ പൊരിച്ച പത്തിരിയൊക്കെ കുറേയൊക്കെ പൊരിച്ച് വെച്ചിരിക്കുന്ന, ബാക്കി ഇനി കുറേ പൊരിക്കാനുണ്ട്. അതിൻ്റെ ഇടയിൽ റിഫുമോന് പറഞ്ഞ് പത്തിരി വേണം, ഓന് മുട്ട റോസ്റ്റും മതി പത്തിരിയും വേണം. അപ്പം അനച്ചിട്ട് തൊള്ളെന്തോ ആയിട്ട് അങ്ങനെ തിന്നാണെങ്കിൽ തിന്നട്ടെ വെച്ചിട്ട് വേറെ കുറച്ച് പത്തിരിപ്പൊടി എടുത്ത് ഇങ്ങനെ കുഴച്ച് പരത്തി ഇങ്ങനെ ഒന്ന് ചുട്ടു കൊടുത്താണ്. അങ്ങനെ 2 പത്തിരിയും തിന്ന് ചെയ്ത് കേട്ടോ. കോഴിമുട്ട വേണ്ട, അതിൻ്റെ ഉള്ളി മാത്രം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പത്തിരിയൊക്കെ ഒന്ന് തിന്ന് 2 എണ്ണവും തിന്നിക്കുന്നത്. അങ്ങനെ ഓൻ്റെ വെള്ളം പറഞ്ഞതിനെക്കൊണ്ട് നമുക്ക് സമാധാനമായി. മക്കളും തിന്നാണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ആവശ്യപ്പെട്ട് ഉണ്ടായി കൊടുത്തൊക്കെ തിന്നിക്കെങ്കിൽ നമുക്ക് സമാധാനമാണല്ലോ. ഞാൻ ലാസ്റ്റ് പൊരിച്ച പത്തിരിയാണ് കേട്ടോ അത്. കണ്ടില്ലേ, നല്ല ക്രിസ്പി ആയിട്ട് നിൽക്കും, നല്ല കളറുണ്ട്. മസാല ബിസ്ക്കറ്റിൻ്റെ ഒക്കെ മാതിരിയല്ലേ, അടിപൊളിയാണ് കേട്ടോ. അതുകൊണ്ട് തിന്നാൻ നല്ല ടേസ്റ്റ് തന്നെ. ഇത് മുറിച്ച് തിന്ന വീഡിയോ ഒക്കെ കാണിച്ചിരണോ ഞാൻ വിചാരിച്ചിരുന്നു, പക്ഷെ മുറിച്ച് തിന്ന വീഡിയോ കാണിച്ചു തരാൻ എനിക്ക് പറ്റിയില്ല. ഞങ്ങൾ വണ്ടിയിൽ കുത്തിരുന്നേന് തിന്ന് നോക്കാം. പിന്നെ ഇവിടെ അന്നേരം ഫുഡ് കഴിച്ചിട്ടൊന്നുമില്ല. പിന്നെ പിസയൊക്കെ വാങ്ങി ഞാൻ അവിടെ നിന്ന് കഴിച്ച് അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്. പിന്നെ മുട്ട റോസ്റ്റ് ഇതാക്കുന്ന, ഉള്ളിയൊക്കെ നല്ലോണം വാടിക്കുന്നത്, പിന്നെ കോഴിമുട്ടയും തോലൊളിച്ചൊക്കെ ഇട്ടതാണ്. മല്ലിച്ചപ്പും കറിവേപ്പിലേക്ക് അതൊക്കെ ഇട്ടൊക്കെ നിന്ന് ഇളക്കി സെറ്റാക്കണം. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ മുത്തുന ഡോക്ടറെ കാണിക്കാൻ പോയ വീഡിയോ കേട്ടോ അത്. ഭദ്രസമയം കഴിയുമ്പോൾ സോഹാറിൽ അങ്ങനെ അവിടെ കാണിച്ച് ഇങ്ങനെ ഗ്ലൂക്കോസൊക്കെ കയറ്റി പിന്നെ അവിടെ തിരിച്ച് പോയിരുന്നതാണ്. ഓല് മക്കളും ഉപ്പയും കൂടി ഇങ്ങനെ പിസയൊക്കെ പോയി കഴിച്ചിരിക്കുന്നത്. പിന്നെ ഞങ്ങൾ വണ്ടിയിലേക്ക് വാങ്ങിക്കൊണ്ടുപോകുന്ന കേട്ടോ. പിസൻ്റെ ആവശ്യമൊന്നുമില്ല, പിന്നെ ഓല് വാങ്ങിക്കൊണ്ടുപോകുന്നതിനെ കൊണ്ട് കഴിച്ചെന്നല്ലാണ്ട് പൊരിച്ച പത്തിരി കൊണ്ട് അത് തന്നെ വയറ് നിറഞ്ഞു. മുത്തിന് പിന്നെ ഒന്നും കഴിക്കാനും വേണ്ടല്ലോ. ഇത് ഇന്നലെ തിങ്കളാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ ചൊവ്വാഴ്ച അല്ലേ, എന്നാണിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്, അപ്ലോഡ് ചെയ്യാനും വിചാരിച്ചപ്പോൾ എന്നാണ്. അങ്ങനെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉച്ച സമയമാക്കിട്ടോ കാക്ക വന്നതാണ്. അപ്പോൾ ഐസോ കൊണ്ടുവന്നിരിക്കുന്നത് ചോക്കോബാറാണ്. അപ്പോൾ ജനവാക്കും റിഫുമോനും ഉപ്പച്ചി വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കിട്ടിയില്ലെങ്കിൽ അവർക്കൊരു സന്തോഷം ഉണ്ടാവില്ല. അപ്പോൾ കുറേ ദിവസം പനി വെക്കാനെ കൊണ്ട് ഐസൊന്നും കൊണ്ടു കൊടുത്തില്ലായിരുന്നു. ഇന്നിപ്പോൾ ചൂടിന് ഐസാണ് വേണ്ടിയത്. ഞാൻ പറഞ്ഞു കൂടെ ഐസ് കൊണ്ടുവന്ന് നിൽക്കും പൂതിയാകാൻ ഐസൊക്കെ തിന്നാൻ. അങ്ങനെ ഐസും കൊണ്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഐസൊക്കെ തിന്നാണ്. ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും കേട്ടോ.